അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ സ്റ്റോറിയാണ്. എൻ്റെ മാത്രമല്ല അബ്യൂസിൻ്റെ എൻ്റെ ബർത്ത്ഡേ സ്റ്റോറീസാണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ഫോട്ടോസ് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് അങ്ങനെ അത്ര വലിയ വ്ളോഗായിട്ടൊന്നും ഞാനിത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് താമരശ്ശേരി പരപ്പമ്പോയിലുള്ളൊരു കടയാണ് കേട്ടോ. ഒരു കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ അബിയൊക്കെ കളിക്കാനൊക്കെ എടുത്തിട്ട് നന്നായിട്ട് നാശമായിട്ട് അവിടെ പോയി വാങ്ങിയതാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് ബലൂൺസൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ അവന് കൊടുക്കാൻ ചെറിയൊരു ടോയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഈ കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അഭ്യാസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ട്രഷ്ലെഷസ് കേക്കും അതേപോലെ തന്നെ പിസ്ത ഫ്ലേവറിലുള്ളൊരു കേക്കുമാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ട്രഷ്ലെഷസ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐക്കാർഡിലോ ആയിട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടാക്കുന്നത് പിസ്ത ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ റെസിപ്പി ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അധികം ഗ്രാൻഡായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നുമല്ല കേട്ടോ. എല്ലാ തവണയും ഞങ്ങൾ ചെറുതായിട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ. കുറച്ച് ഫോട്ടോസ് എടുക്കുക അത്രയൊക്കെ ഉള്ളൂ ബർത്ത്ഡേൻ്റെ ആ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു വ്ളോഗ് ബർത്ത്ഡേൻ്റെ ദിവസം വ്ളോഗ് എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് വീഡിയോ എടുക്കും, ചില സമയത്ത് കുറേ വീഡിയോസ് എടുക്കാത്തതുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ കൂടി ചേർത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. നവംബർ 11-നാണ് ഞങ്ങളുടെ ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടാളുടെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. അവർക്ക് 4 വയസ്സും എനിക്ക് 21 വയസ്സും. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാത്രിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. എനിക്ക് സർപ്രൈസായിട്ട് അവർ കേക്കൊക്കെ കൊണ്ടാണ് വന്നത്. കേക്കും ചോക്ലേറ്റും ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി അവർ വന്നതിൽ. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു ദിവസമായി. ബർത്ത്ഡേ അടിപൊളിയായി. പിന്നെ ഈ കേക്കിൽ അവർ ക്യാൻഡിൽ വെച്ചത് 42 എന്നുള്ള ക്യാൻഡിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ പിക്ചർ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് 42 എന്നുള്ളത്. അതൊന്നുമല്ല, എൻ്റെ ഏജിൻ്റെ ഡബിളാക്കിയിട്ടാണ് അവർ ക്യാൻഡിൽ വെച്ചത്. അതാണ് ചുമ്മാ തമാശക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് 42 എന്നുള്ള ക്യാൻഡിൽ. എന്തായാലും അവർ വന്നത് നല്ല സന്തോഷമായി, നല്ല അടിപൊളിയായി ഡേ. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അവർ പോയിട്ടോ. അതിനുശേഷം ഞാൻ ഗുലാബ് ജാമുനോട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് രാത്രിയൊക്കെ. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് പോയി. അതിനുശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ബാനറും ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ ശരിക്കും. പിന്നെ അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അബിൻ്റെ 4 എന്നുള്ളൊരു ഫോയിൽ ബലൂണ്, പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു ബാനറുമാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ അവനെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ ഫോട്ടോ എടുപ്പിക്കുന്ന ആ ഒരു ഫോട്ടോ പോസിങ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ പറയുമ്പോൾ ഒന്നും അവന് പോസ് ചെയ്ത് തന്നില്ല. അവനിഷ്ടമുള്ള രീതിയിലാണ് അവന് ഫോട്ടോ പോസ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ബാനർ. ഇതവിടെ കണ്ട് എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം വാങ്ങിയാണ്. ഇതൊന്നും വാങ്ങുന്നില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ 4 എന്നുള്ള ആ ഒരു ബലൂണും കണ്ടതുകൊണ്ട് വാങ്ങിയാണ്. അപ്പോൾ എല്ലാം അവിടെ പോയാരെ തീരുമാനിച്ച് വാങ്ങിയതാണ് കേട്ടോ. കടയിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങി. അപ്പോൾ അത് വെച്ചിട്ട് അവനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള LED ഒക്കെ ഇവിടെ ഓൾറെഡി ഉള്ള LED ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവനക്ക് ബർത്ത്ഡേക്ക് വാങ്ങിയൊരു ഡ്രസ്സാണ്.
അപ്പോൾ അത് വെച്ചിട്ട് അവന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. നൈറ്റ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഇതല്ല ഇടുക. അപ്പോൾ ഞാനും അവനും ചെറുതായിട്ട് മാച്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നൈറ്റിൽ ഡെനിം ടോപ്പും ബ്ലാക്ക് പാൻറ്റുമാണ് ഞാൻ ഇടുന്നത്. അതേപോലെ തന്നെ അവന് ഡെനിം ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ്. പിന്നെ ഗാലിയക്കും ഞാൻ ഒരു ഡെനിം ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിച്ചത്. അവൾക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അത് ഇടിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ഞങ്ങൾ വൈറ്റ് ഷർട്ടായിരുന്നു ഇട്ടത്. കഴിഞ്ഞ തവണത്തെ ബർത്ത്ഡേൻ്റെ ഒരു വ്ളോഗല്ല, ഇതേപോലെ തന്നെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എൻ്റെ പഴയ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു. അത് കണ്ടവരുണ്ടാവും. പഴയ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അത് കുറച്ച് വീഡിയോസൊക്കെ ഉള്ളൂ. കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മടിയൊക്കെ ആയിട്ട് അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിൽ ഞാനൊരു ബർത്ത്ഡേൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കയ്യിലുള്ള ഡ്രസ്സ് വെച്ചിട്ട് മാച്ച് ചെയ്തിടാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഈ തവണ അതുപോലെ ഒരേപോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഉണ്ട് ബർത്ത്ഡേക്ക്. അപ്പോൾ ഇതാ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത് ഞാൻ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബൗളിൽ കുറച്ച് ജെംസും പിന്നെ രാവിലെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ആ ഒരു 4 എന്നുള്ള ക്യാൻഡിലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്ക് പിസ്ത കേക്കാണ്. പിന്നെ ഒരു നോർമൽ വാനില ഫ്ലേവറിലുള്ളൊരു മിൽക്ക് കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ മുമ്പത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടവർക്ക് ഇതറിയായിരിക്കും. പിന്നെ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ടെങ്ങാനും ഞാൻ ഇത് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അത് അത്ര ക്ലാരിറ്റി ഒന്നുമുള്ള വീഡിയോ അല്ല, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഈ സ്ട്രിങ് ലൈറ്റൊക്കെ ഇവിടെ ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി തട്ടിക്കൂട്ടി അറേഞ്ച് ചെയ്തെടുത്തതാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കണേ. ഇത്തവണ ബർത്ത്ഡേ ഇങ്ങനൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അവസാനമായപ്പോഴേക്കും നല്ല ഉഷാറായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. കാരണം കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി കേക്ക് കട്ട് ചെയ്യാൻ ആ ഒരു സമയത്ത്. അവർ പെട്ടെന്ന് വന്നതായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടി വന്നപ്പോൾ നല്ല ഉഷാറായി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ വീഡിയോസൊക്കെ എടുത്തു. കേക്ക് കട്ടിങ്ങും എല്ലാം ബർത്ത്ഡേ നല്ല അടിപൊളിയായി. അപ്പോൾ 2020 ഈ ബർത്ത്ഡേ ഉഷാറാക്കി തന്ന എൻ്റെ ഫ്രണ്ട്സിനും കസിൻസിനും പിന്നെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ്.